വെൽക്കം ബാക്ക് ടു പേർപ്പിൾ സ്പിരിച്വാലിറ്റിയുടെ ഇന്നത്തെ പിക്ക് കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ടോപ്പിക്കിൻ്റെ പുറത്താണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 2 പൈൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിന് മുൻപായിട്ട് പറയട്ടെ, ടാരോ സ്ട്രിക്ട്ലി ഫോർ എൻ്റർടൈൻമെൻറ്റ്, ടൈംലെസ് ആണ്. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക, എടുക്കുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലാത്തത് ഒഴിവാക്കുക. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രൈവറ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, അത് നോക്കുക. എന്നിട്ട് പ്രൈവറ്റ് റീഡിങ് വേണ്ടവർ ഒന്ന് പിങ് ചെയ്യാം കേട്ടോ. സോ ഇത്രയുള്ളൂ പറയാനായിട്ട്. സോ ഇന്ന് നമ്മൾ 2 പൈൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിലാണ്, സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ക്യാൻഡിലാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പേഴ്സണെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും എല്ലാം എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും സർക്കംസ്റ്റാൻസസും എല്ലാം നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഏത് പൈലാണോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ പൈൽ ചൂസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സോ റെഡ് പൈല് ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സോ അതിനു മുന്നേ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആയിരിക്കും. അതിനുശേഷം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്, പിന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളൊരു ഗൈഡൻസ്. ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. Spirit guides, ancestors, angels, please come through and help me channel the message for pile number 1. Spirit guides, ancestors, angels, please come through and help me channel the message for pile number 1. Spirit guides, ancestors, angels, please come through and help me channel the message for pile number 1. Yes, so better, thank you. Spirits, please let me know, spirits, pile number 1 in the relationship, in the current energy. What is the current energy of pile number 1's relationship? ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂസ് നിറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വാക്തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ് എന്നുള്ള, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് വളരെ കുറവും ഒരാൾ ചെയ്യുന്നത് വളരെ കൂടുതലും എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചായിരിക്കാം. അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ, ഇപ്പം പാർട്ട്ണർ കൂടുതലായിട്ട് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ വൈസി വേഴ്സ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പുറത്ത് റെഗുലറായിട്ട് ഇടയായിട്ട് നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇമോഷൻസ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ട്. ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കേണ്ട ഭാഗത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് മേ ബി ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഫോർച്യൂണിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സമ്പത്ത്, സ്വത്ത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓറൽസ്, ലീഗൽ കേസസ്. ഒരു പക്ഷേ ഈ പൈല് കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ചിലപ്പം ഒരു ഡിവോഴ്സ് കേസോ അല്ലെങ്കിൽ ഓൺഗോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും ലീഗൽ കേസസോ, നിങ്ങൾ അപ്പുറവും ഇപ്പുറവും വാദിയും പ്രതിയുമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെറ്റീഷണറും റെസ്പോണ്ടൻറ്റും ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ള ഈ ഒരു തർക്കങ്ങളും കാര്യങ്ങളും വാഗ്വാദങ്ങളും അങ്ങനെയെല്ലാം വരുന്നത്. ആൻഡ് ഇവിടെ അഡമൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ കുറച്ച് കൺസർവേറ്റീവ് ആവാം. റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഒരാൾ കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കാം, അതായത് അയാൾ ചില കാര്യങ്ങളിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഉണ്ടാവും. അത് ഒരു കാരണവശാലും ഇത് തെറ്റാണെങ്കിലും അല്ലെങ്കിൽ അത് ശരിയല്ലാത്ത കാര്യമാണെങ്കിലും അത് മാറ്റാനൊന്നും തയ്യാറാവാണ്ട് വളരെ അഡമൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിഹേവിയർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ
നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ. അപ്പം അങ്ങനത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം റിലേഷൻഷിപ്സിൽ. ഇനിയിപ്പോൾ അതല്ല, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ലീഗൽ പ്രൊസീഡിങ്ങിലൂടെ കടന്നു പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു, അതായത് ഈ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഭാഗം ശരിയാവണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസീലിയൻ്റ് ആവാൻ പറ്റാത്തൊരവസ്ഥ, അതെല്ലാം നിലനിൽക്കുന്ന ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചില റിലേഷൻഷിപ്സിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ ഇമോഷൻ്റെ പിന്നാലെ പോകണോ അതോ എനിക്ക് കിട്ടിയ കാര്യങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളും കൊണ്ട് ഞാൻ നിർത്തണോ എന്നുള്ളൊരു തോട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു കറണ്ട് പീരീഡിൽ കൂടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്ന് പറയുന്ന നമ്പർ. ഒരു നോട്ടിഫിക്കേഷൻ വന്നു, വീഡിയോ റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. സ്പിരിറ്റ്സ്, പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ടൈം നമ്പർ 1's റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ടൈം നമ്പർ 1's റിലേഷൻഷിപ്പ്. ഓക്കെ, പൈൽ നമ്പർ 1ൻ്റെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു സൈക്കിൾ ഷിഫ്റ്റ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു സൈക്കിൾ ചേഞ്ച് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സോ ഇവിടെ കുറച്ചും കൂടെ പെർട്ടിക്കുലർലി വന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കറണ്ട് എനർജി നോക്കിയപ്പോൾ ചിലപ്പോൾ കയറി വന്നിട്ടുള്ള എനർജീസ് ഒന്നും ചിലപ്പം ഈ ഒരു എന്താ പറയുക റീഡിങ് സെഗ്മെൻറ്റിൽ ചിലപ്പം റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. കാരണം കുറച്ച് സ്പെസിഫിക് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. വാട്ട് ഇസ് ദ നൈറ്റ് ഓഫ് കപ്സ് എനർജി? What is the star energy? Spirits, star. What is the star? Just give me one card. Just give me one card, spirits. What is the star energy here? ഇതെടുക്കാം ഞാൻ, ബിക്കോസ് 2 കാർഡ് ആദ്യം വന്നു, അത് ഞാൻ ഇഗ്നോർ ചെയ്തു. ഇപ്പോൾ വീണ്ടും 2 കാർഡ് വന്നു. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വീൽ എനർജി? വീൽ ഓഫ് ഫോർച്യൂൺ എനർജി. സ്പിരിറ്റ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, സോ യാ, അപ്പം അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് വരുന്നത്. അവിടെയും ചെറിയൊരു മിക്സ്ഡ് എനർജീനെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ കുറച്ച് സ്പെസിഫിക് ആയിരിക്കും. ലീഗൽ കേസസ് ഓൺഗോയിങ് ആയിട്ടുള്ള കപ്പിൾസാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് വിധി വരും എന്നുള്ളൊരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹോപ്പും കാര്യങ്ങളും ഒന്നും വെറുതെ ആവില്ല എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു സൈക്കിൾ മാറാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ഹ്യൂജ് ഷിഫ്റ്റ് ഉണ്ടാവാൻ പോവുകയാണ്. ഷിഫ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ഫോർച്യൂണാണ്. എല്ലാ അർത്ഥത്തിലും ഒരു എന്താ പറയുക സമ്പന്നത, അല്ലെങ്കിൽ ഒരു സമ്പന്നത എന്നുള്ളതല്ല, ഒരു പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ വിജയമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഡിവോഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ലീഗൽ കേസസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കപ്പിൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്, പക്ഷേ തരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി കറണ്ട് എനർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷനും കാര്യങ്ങളും ഉണ്ട്. ഇമോഷണലി ആൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇമോഷനാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് ഓർ എൽസ് അട്രാക്ഷൻ ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി അട്രാക്ഷൻ. ആ ഒരു അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ നിങ്ങളിലേക്ക് വീണ്ടും വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അത് കൂടുതലായിട്ടും ഒരു അട്രാക്ഷൻ ബേസ്ഡ് ആണ് കേട്ടോ. അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, അതാണ് കൂടുതലായിട്ടും കയറി നിൽക്കുന്നത്. സോ ഇത് കൈൻഡ് ഓഫ് കാർമിക് അക്കൗണ്ട് കൂടി ഇവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ പേഴ്സൺ നിങ്ങൾക്ക് ഇമോഷൻസ് ഓഫർ ചെയ്യും. അതായത് ഇനി വരുന്ന സമയത്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും വരുന്നത്. ഈവൻ ദോ അവിടെ അട്രാക്ഷനും കാര്യങ്ങളും ഇതൊരിക്കലും നെഗറ്റീവ് അല്ല. അട്രാക്ഷനും കാര്യങ്ങളും ലസ്റ്റും കയറി നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇമോഷൻസ്
ഇല്ല എന്നൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ഇത് മാറാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, പൈൽ 1ൻ്റെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എടുക്കാം. സ്പിരിറ്റ്സ്, വാട്ട് ഈസ് ദ ഗൈഡൻസ് ഫോർ പൈൽ നമ്പർ 1 ഫോർ ദെയർ റിലേഷൻഷിപ്പ്? ഗൈഡൻസ് എന്താണ് സ്പിരിറ്റ്സ്? ഓക്കെ, ഗൈഡൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പേജ് ഓഫ് വോൺസ്, 8 ഓഫ് സോട്സ്, വേൾഡ്. What is this page of wands energy? Spirits. It's the 8 of swords energy. Spirits. Okay. And what is the world energy? Okay. സോ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു കമ്മ്യൂണിക്കേഷനായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഒരു അഡ്വൈസ് ആയിട്ടൊന്നുമല്ല, ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങളിങ്ങനെ കെട്ടുപിണങ്ങി ടാങ്കിൾഡായിട്ട് കിടക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ തരുന്നുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉറക്കം വരിക, അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കാനോ തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് പോകെ നമുക്കതൊരു കംഫർട്ട് സോൺ ആയിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീക്ക്നെസ്സിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പോയിന്റ് ചിലപ്പോൾ എത്തിയേക്കാം. അപ്പം അങ്ങനെയുള്ളൊരു പോയിന്റ് ആണ് നിങ്ങളുടെ കംഫർട്ട് സോണായിട്ട് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ലീഗൽ കേസസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണെങ്കിലും അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവർക്ക് അത് അൺപ്ലസൻ്റ് ആയിരിക്കും എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്കുണ്ട്, അത് വളരെ നല്ലതാണ്. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ അപ്പുറത്തവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തിറങ്ങി ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ അതല്ല റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഈ ഒരു പാറ്റേൺ കണ്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും ഒന്ന് വാക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പോവുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ കുറച്ച് എന്താ പറയുക, ഇമ്മെച്വർ പാഷൻ കാണിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പേടിക്കേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് ഇവിടെ ഒരു സൈക്കിൾ ചേഞ്ച് തന്നെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ഫ്രഷ് സ്റ്റാർട്ടും ഇമോഷൻസും എല്ലാം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു പാറ്റേണിലേക്ക് നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്യുകയാണ് എന്നാണ് യൂണിവേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ എന്താ പറയുക, എപ്പോഴും ഞാൻ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്നൊക്കെയാണ് പറയുക, പക്ഷേ ഇതൊരു കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിങ് ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം പർപ്പിൾ സ്പിരിച്വാലിറ്റി. താങ്ക് യു സോ മച്ച്. പൈൽ നമ്പർ 2 ഈ ബ്ലാക്ക് ക്യാൻഡിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ഇവിടെ ഉണ്ട്. നമ്മളിന്ന് 3 സെഗ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കുന്നു. രണ്ടാമതായിട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്ക്. അതിനുശേഷം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഗൈഡൻസ്. സോ നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഗൈഡ്സ്, ഏഞ്ചൽസ്, സിസ്റ്റേഴ്സ്, ഏഞ്ചൽസ്, പ്ലീസ് കം ത്രൂ ആൻഡ് ഹെൽപ് മീ ചാനൽ ദ മെസ്സേജ് ഫോർ പൈൽ നമ്പർ 2. Spirit guides, ancient sisters, angels, please come through and help me channel the message for pile number 2. Spirit guides, ancient sisters, angels, please come through and help me channel the message for pile number 2. So thank you. Spirits, please help me know what is pile number 2's current energy in the relationship. Pile number 2 in the relationship and the current energy. Give me one more card, Spirit. Just give me one more card. Spirit, just give me one more card. Okay.
താങ്ക് യു സോ മച്ച്. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വന്ന കാർഡ്സ് 9 of Wands, റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി. 9 of Wands, 8 of Pentacles, 2 of Swords ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഡെത്ത് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ മേ ബി ഈ ഒരു കറണ്ട് ഫേസിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസാന ഭാഗം എന്നുള്ള രീതിയായിരിക്കാം ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് രണ്ടുപേർക്കും രണ്ട് പാർട്ടീസിനും അറിയാം ഇത് അവസാനിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് വരുമല്ലോ ഒരു പോയിന്റിൽ. ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന പോലെയാണ് പറയുന്നത്. എനിക്ക് ഷുഗർ കോട്ട് ചെയ്ത് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ പറയണം. സോ നോ ഷുഗർ കോട്ടിങ്, നോ ബയസ് ഓർ പ്രെജുഡിസ്. ഓപ്പൺ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ കാർഡ് കണ്ടപ്പം തോന്നിയ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം സ്റ്റോറി മാറൂ എന്നുള്ളത്. 9 of Wands is clarified by 5 of Pentacles. What is the 8 of Pentacles for spirits? 8 of Pentacles is clarified by 3 of Swords. What is the 2 of Swords energy, dear spirits? 2 of Swords energy. Thank you so much. Ace of Swords. Okay, so കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണ്. ബ്രേക്കിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞു, അവസാനിച്ചു, ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡായി തുടങ്ങി, അല്ലെങ്കിൽ എൻഡിൻ്റെ ഒരു അറ്റം കണ്ടു എന്നുള്ള ഒരു പോയിൻ്റ് രണ്ടുപേർക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്കോ മനസ്സിലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണോ റെസണേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ എടുക്കുക. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടാവാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് വർക്കൗട്ട് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടോട്ടലി എക്സോസ്റ്റഡ് ആയി, ഇനി എൻ്റെ എഫേർട്സിനൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല, ഞാനിടാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ എൻ്റെ എഫേർട്ടൊന്നും എവിടെയും വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ഒരു ഹാർട്ട് ബ്രേക്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം, ഒരു എനർജിയാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ഹാർട്ട് ബ്രേക്കിംഗ് എനർജിയാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ചിലപ്പം ചില രീതിയിലുള്ള പാസ്റ്റ് ട്രോമാസ് ഉണ്ടാവാം. ഈ പാസ്റ്റ് ട്രോമാസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഈ അപ്പുറത്തുള്ള ആളുടെ അടുത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പം അതും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇടുന്ന എഫേർട്ട്, ഇത് രണ്ടും രണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരാൾ എഫേർട്ട് ഇടുന്നുണ്ടാവും, മറ്റയാളുടെ പാസ്റ്റ് ട്രോമ ആയിരിക്കും ട്രിഗർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നത് ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും സംഭവിക്കുന്ന രണ്ടു പേർക്കും ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസിൽ ഏതാണോ റെസണേറ്റ് ചെയ്യുന്നത് അതെടുക്കുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി കൈവിട്ട് പോയി, ഇനി ഒരു പ്രതീക്ഷയില്ല, എല്ലാ രീതിയിലും കൊളാപ്സായി എന്നുള്ളൊരു തോട്ടിൽ ഇരിക്കുന്ന ആളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അപ്പുറത്തെ ഒരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ചോയ്സ്, എന്ത് ഞാൻ ചെയ്യണം എന്നുള്ളൊരു ചോയ്സ് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പം. അപ്പം അതിൻ്റെ പുറത്ത് തന്നെ ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു ആക്ഷൻ എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ളൊരു തോട്ടും വരുന്നുണ്ട്. പക്ഷെ ആ ചോയ്സ് എടുക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിമുഖത, അതുപോലെ തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ, ആ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. സീരിയസ്ലി ഇവിടെ ജഗ്ലിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ടിൽ കൂടെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത്. പക്ഷെ എന്താണത് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി 10 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 കാര്യത്തിൽ 9 കാര്യവും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആവുന്നില്ലായിരിക്കാം, അതായിരിക്കാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. പക്ഷേ ബാക്കി 9 എണ്ണം സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ട് തന്നെ, കുറച്ച് കാലമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വിടാനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് അവിടെ ഒരു കറക്റ്റ് റൈറ്റ് ചോയ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ എന്തുകൊണ്ടാണ് ഇത് അബ്രപ്റ്റായിട്ടൊരു നോ ഓർ യെസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് റെസനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാക്കി കേൾക്കാം കേട്ടോ.
Spirit guides, ancient ancestors, angels, please come through and help me channel the message for pile number 2. Spirit guides, ancient ancestors, angels, please come through and help me channel the message for pile number 2. Spirits, please let me know, spirits. What is going to happen next in pile number 2's relationship? Knight of Cups, Six of Pentacles, Ace of Swords, what is the Knight of Cups energy here, spirits? King of Pentacles, what is the Six of Pentacles energy here, spirits? Six of Pentacles energy here, spirits. King of Wands, Ace of Swords energy. Just give me one card, spirits. What is this Ace of Swords energy? So sorry. This is Ace of Swords energy. Ace of Swords സംസാരിക്കുന്നില്ലല്ലോ. This is Ace of Swords energy. This is going on card here. Okay. Okay. So ഒരു ക്ലാരിഫിക്കേഷനും കൂടെ നമുക്ക് എടുക്കാം. Okay. This is Six of Pentacles and King of Wands energy. Okay, so നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു ഷിഫ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിന്നും ഒരു ടോട്ടൽ ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ, അതായത് ഇവിടെ മാസ്കുലൻ എനർജി എഫേർട്ട് ഇടുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുമ്പുണ്ടായിരുന്ന അയാളുടെ ഒരു പാറ്റേൺ, മേ ബി അയാൾ കമ്മിറ്റ്മെൻറ്റ് ഫോബിക് ആയിരിക്കും, കമ്മിറ്റ്മെൻറ്റിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാൽ കമ്മിറ്റഡ് ആവുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു മാസ്കുലൻ എനർജീനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അയാളുടെ ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ മാറുന്നതായിട്ടും മ്യൂച്വലി ഇപ്പം അയാൾ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും മാസ്കുലൻ എനർജി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ചെയ്യുന്നത് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഓൾഡ് പാറ്റേൺസ് ബ്രേക്ക് ചെയ്ത് പുതിയ പാറ്റേണിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. മേ ബി ഫോർ എക്സാമ്പിൾ പാസ്റ്റിൽ നിങ്ങൾ മ്യൂച്വലായിട്ട് അല്ലായിരിക്കും മേ ബി നിങ്ങൾ ഇമോഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവുക, ഒരു ബാലൻസ്ഡ് അല്ലായിരിക്കും, ഒരാൾ കൂടുതലും മറ്റേ ആൾ കുറവായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക, ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പേഴ്സണായിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പാച്ചപ്പ് ആവുന്ന അല്ലെങ്കിൽ പുതിയൊരു ലവ് ഓഫറിങ്, അതായത് ഒരു ന്യൂ ബിഗിനിങ് ഓഫറിങ് കൊണ്ടുവരുന്നതായിട്ടും കുറച്ച് അഡമൻ്റ് ആയിട്ടുള്ള അയാളുടെ ഒരു നേച്ചറിൽ നിന്നും അയാളൊന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ള ചിലപ്പം ഇയാൾക്ക് ഈ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ഇയാളുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതായത് പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലേഡിയോ ഒക്കെ ആയിരിക്കാം മേ ബി ഇതിനെ ബേസ് ചെയ്തിട്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളൊരു അഡ്വൈസ് ഓർ വോട്ട് എവർ അയാൾ സ്വയം അവർ മനസ്സിലാക്കിയിട്ട് ഒന്ന് കാര്യങ്ങൾ കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വരുന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. സീരിയസ്ലി ഹീ ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ്. പക്ഷേ ചെറിയ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക ഒരു റിജക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. റിജക്ഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ചിലപ്പം അപ്രോച്ച് ചെയ്യുന്നുണ്ടാവാം, അവർ ചിലപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒരു ഹായ് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ഹായ് പറഞ്ഞ് മെസ്സേജ് അയക്കണം ആ സ്പോട്ടിൽ തന്നെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഈഗോ ഉണ്ടല്ലോ, ആ ഒരു ഈഗോയും കാര്യങ്ങളും കുറച്ചൊരു ബ്ലാക്ക് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് ഇമോഷൻസ്, ഈഗോ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ.
അത്തരം കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്നൊന്ന് താഴത്തേക്ക് ഇറങ്ങാൻ, ഒരു പടി താഴത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഫേസിൽ ഈ വ്യക്തി ആലോചിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണ്, നിങ്ങൾക്കൊരു പുതിയ പേഴ്സ്പെക്റ്റീവ് കിട്ടും. നിങ്ങളുടെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഫീലിങ്സ്, ഈഗോ പോലത്തെ ഫീലിങ്സ് എല്ലാം അതിലെല്ലാം ഒരു റിലീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ സീരിയസ്ലി ഈ ഒരു പീരീഡിൽ മേ ബി ഹീ ഓർ ഷീ ഈസ് വർക്കിംഗ് ഓൺ ദ റിലേഷൻഷിപ്പ്. അപ്പം ആ ഒരു പീരീഡ് അങ്ങനെ തന്നെ പോട്ടെ, ഐഡലായിട്ട് തന്നെ പോകേണ്ട ഒരു ഫേസാണത്. കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള പീരീഡാണ്, അതങ്ങനെ തന്നെ പോകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഉള്ള ഈ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ എനർജിയിലേക്ക് ഇത് മാറുള്ളൂ. പൊട്ടൻഷ്യൽ ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്, പക്ഷേ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടിങ്ങനെ ലാഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഉള്ളൊരു റിലേഷൻഷിപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ അഡ്വൈസ് ഫ്രം യൂണിവേഴ്സ്? താങ്ക് യു സോ മച്ച്. നിങ്ങളോട് തരാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത് ബി ഹാപ്പി. അതാണ് കാര്യം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ നിലനിൽക്കുക. ബിക്കോസ് എല്ലാതും എന്താ പറയുക, ഇങ്ങനെ എന്നൊന്നും നിലനിൽക്കുന്നതായിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് വിഷമമാണെന്നുണ്ടെങ്കിലും അത് മാറിയിട്ട് ഹാപ്പിനെസ് വരുന്നൊരു പീരീഡ് വരും. സോ ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റാണ്. വെദർ ആ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണോ അതോ നിങ്ങൾ ലീവ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനുള്ളൊരു ടെസ്റ്റിംഗ് ഫേസ് ആണെന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത ബേർഡൻസും കാര്യങ്ങളും ഒന്നും എടുത്തു വെക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ബേർഡൻ ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള വേ ഔട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ എന്താ പറയുക, ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പോവുക. ഒരു ചെറിയൊരു ഹൈക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ള, അതിലൊക്കെ ക്രേസുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ്. ഞാൻ എടുത്ത് ഹൈക്കിങ് പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കുക. അതേപോലെ തന്നെ കുറച്ച് സെൽഫ് ടൈമും ഈ ടൈമും കൂടി കണ്ടെത്തുക. ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക. അതൊരു കുഞ്ഞു മുട്ടായി നിങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതാണെങ്കിൽ പോലും അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. സോ ഷുവറായിട്ടും നിങ്ങൾ ടെംപ്റ്റഡ് ആവാം. മീൻസ് നിങ്ങൾക്ക് ഈ ഒരു അവിടെ തന്നെ ഇരിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരാം. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു സെൽഫ് ടൈം കണ്ടെത്തുക. നിങ്ങൾ സെൽഫ് എംപവേർഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് അട്രാക്റ്റഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോ ബേർഡനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വയ്ക്കാം. മേ ബി ഇനി ഇത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പീരീഡിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പുതിയൊരു റിലേഷൻഷിപ്പിന് പോലുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ പൈൻ നമ്പർ 2ൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. സോ പ്രൈവറ്റ് റീഡിങ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ടൈം സോൺ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. പൈൻ നമ്പർ 2. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ 2 പൈൻ്റെ റീഡിങ്ങും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. ഒന്നും കൂടി പറയുകയാണ്, പ്രൈവറ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം പേർപ്പിൾ സ്പിരിച്വാലിറ്റി. താങ്ക് യു സോ മച്ച്.